ഉരുൾപൊട്ടൽ ഉണ്ടായ ചൂരൽമലയിൽ കനത്ത മഴയും മലവെള്ളപ്പാച്ചിലും. കനത്ത മഴയെ തുടർന്ന് പുന്നപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. അട്ടമല റോഡ് മുങ്ങി. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടൽ ഉണ്ടായ ഭാഗത്ത് ചെറിയ മണ്ണിടിച്ചിൽ ഉണ്ടായെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. അതേസമയം ബെയിലി പാലം കടന്ന് അപ്പുറം പോകണമെന്ന് ആവശ്യപ്പെട്ട് ചൂരൽമലയിൽ നാട്ടുകാരുടെ പ്രതിഷേധം. പാലം കടക്കാൻ ശ്രമിച്ച നാട്ടുകാരെ പോലീസ് തടഞ്ഞു. പോലീസും നാട്ടുകാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. റവന്യൂ വകുപ്പിനെതിരെയും നാട്ടുകാരുടെ പ്രതിഷേധം. പ്രദേശത്ത് അപകട സാധ്യത ഉണ്ടായിട്ടും ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കുന്നില്ല. ദുരന്തത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച തുക കിട്ടിയില്ല എന്നും നാട്ടുകാർ. മത്തായിയുടെ കുറ്റടിച്ച സേഫായ ഭാഗം അങ്ങോട്ടാണ് പോകുന്നത്, പിന്നെ എന്തിനാ തടയുന്നത്? എന്നാൽ മത്തായിയോട് വന്നിട്ട് സേഫ് ഭാഗം മാറ്റി കുറ്റടിക്കാൻ പറ, നാട്ടിൽ പോണ്ടേ? അതായത് സർക്കാരിന്റെ ഉദ്യോഗസ്ഥനായ ജോൺ മത്തായി വന്നിട്ട് കുറ്റി അടിച്ചിട്ട് ഇതിന്റെ അപ്പുറത്തേക്ക് വാസയോഗ്യാണ്, നിങ്ങൾ അവിടെ താമസിക്കണം എന്ന് പറഞ്ഞാണ് പോകുന്നത്. അതിനെന്താണ് ഇവർ തടയുന്നത്? കൂറുകളായിട്ട് ആളുകൾ ഈ പ്രതിഷേധിച്ച് നിൽക്കുക. ഇത്രയും സമയമായിട്ട് റവന്യൂ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ സാധുക്കൾ നീലിക്കാപ്പിലും പിന്നെ മാട്രക്കുന്നിലും ജീവിക്കുന്ന ആളുകളാണ് മുണ്ടക്കൈയിലേക്ക് പണിക്ക് പോയിട്ടുള്ളത്. ഇവർക്കാണ് 9,000 രൂപ കൊടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. കാരണം തൊഴിലില്ലാത്ത ആളുകൾക്ക് അവർക്ക് ജീവിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ടാണ് അവർ പോയത്. ഇന്ന് ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുക. ഈ മനുഷ്യർക്ക് എന്തെങ്കിലും സംഭവിച്ച ഈ സർക്കാർ ഉത്തരം പറയോ? ഈ സമയം വരെ തഹസിൽദാറോ കളക്ടറോ ഉത്തരവാദിത്തപ്പെട്ട ഒരാളും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. ഈ ഇവിടുത്തെ മനുഷ്യർക്ക് ഒരു വിലയില്ല എന്നുള്ളതാണ് ഇതിന് മനസ്സിലാകുന്നത്. ഇവിടെ ഉദ്യോഗസ്ഥർ വന്നാൽ ഇതിന് തീരുമാനം ഉണ്ടാക്കിയിട്ടേ അവരിന്ന് ഇവിടുന്ന് പോവുള്ളൂ. കാരണം ഞങ്ങൾ നിരന്തരമായി സമരം ചെയ്തു. ഇവിടുത്തെ ആളുകൾക്ക് 9,000 രൂപ കൊടുക്കണം, ദിനപത്ര കൊടുക്കണമെന്ന് നിരന്തരമായി ഞങ്ങൾ ആവശ്യപ്പെട്ടതാ. ഇത്രയും ശക്തമായ മഴ ഉണ്ടായിട്ട് പോലും ജില്ലയിലോ ഈ പ്രദേശത്തോ ഒരു റെഡ് അലർട്ട് പ്രഖ്യാപിക്കാനോ ഇവിടുത്തെ ആളുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാനോ ഇവിടുത്തെ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല. ജില്ലാ ഭരണകൂടത്തിന്റെ പരാജയമാണ് ഇന്നവിടെ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യർ മുഴുവൻ. പാടും പട്ടിണിയില്ല. ഈ നിമിഷം വരെ ഞങ്ങൾ ചാനലിലെ മന്ത്രിമാർക്ക്, MLA-മാർക്ക്, ഇവിടുത്തെ മെമ്പർമാർക്ക് എല്ലാവർക്കും കൊടുത്തത് സ്ഥാപനങ്ങളും കാര്യങ്ങളും കിടക്കുക. ഇന്ന് വരെ ജീവിക്കാൻ ഞങ്ങൾ യാചിച്ച് തെണ്ടാണ് വരെ കയ്യിൽ കറിയിച്ച്. 9,000 രൂപ പോലും ഇല്ല. ഒരു വീടില്ല, ഒരു പറമ്പില്ല, ഒരു കറണ്ടില്ല, വെള്ളമില്ല. എവിടെ പോകും ഞങ്ങള്? ഈ പേരോട് മാറ്റി താമസിക്കാൻ എവിടെ പോകും? ഒന്നുമില്ല. ഈ നിമിഷം വരെ ഞാൻ ഇപ്പോഴടക്കം വില്ലേജ് ഓഫീസർക്ക്, തഹസിൽദാർക്ക്, കളക്ടർക്ക് വിളിച്ച് ഒക്കെ ലിസ്റ്റില എവിടേക്ക് ലിസ്റ്റില്? എന്ത് ലിസ്റ്റില് ജീവിക്കാൻ? വില്ലേജ് ഓഫീസർ വരച്ചവിടെ. ആഷിഖ് റഹ്മാൻ ചേരുന്നു ചൂരൽമലയിൽ നിന്നും. ആഷിഖ്, ആദ്യം കാലാവസ്ഥയുടെ സ്ഥിതി പരിശോധിച്ചാൽ അതെങ്ങനെയാണ്? മഴ ഇപ്പോഴും ശക്തമായി തുടരുകയാണോ? മറ്റൊന്ന് പ്രതിഷേധത്തെക്കുറിച്ചാണ് ചോദിക്കാനുള്ളത്. അത് ഇപ്പോഴും തുടരുന്നുണ്ടോ അവിടെ? ലക്ഷ്മിമ, ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന പോലെ മഴയ്ക്ക് അല്പം കുറവുണ്ട്. പക്ഷേ അത് സ്ഥിരമായുള്ള ഒരു കുറച്ചല്ല. കാരണം ശക്തമായ മഴ പെയ്യും, പിന്നെ കുറച്ചു നേരം മഴയ്ക്ക് അല്പം ശമനം ഉണ്ടാകുമെങ്കിലും പിന്നീടും ശക്തമായ മഴ തുടരും. ഇതാണ് പ്രദേശവാസികൾ വലിയ ആശങ്കയിലാക്കുന്നതും ഈ പ്രദേശത്ത് ശക്തമായ മഴ തുടരാൻ കാരണം. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന പോലെ പ്രദേശത്ത് ഇപ്പോഴും ഇത് ബെയിലി പാലത്തിലേക്ക് കടക്കുന്ന ഒരു സ്ഥലമാണ്. എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ്. ബെയിലി പാലത്തിലേക്ക് കടക്കുന്ന ഒരു പ്രവേശന കവാടത്തിലാണ് ഇപ്പോഴും ആളുകൾ വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്നത്. ഈ ഡെപ്യൂട്ടി കളക്ടറുമായിട്ടാണ് ഇവർ ഇപ്പോൾ സംസാരിക്കുന്നത്. ഡെപ്യൂട്ടി കളക്ടർ ഇപ്പോൾ ഇവരുടെ പ്രശ്നങ്ങളെല്ലാം, ഇവർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് എല്ലാവരോടും, ദുരന്തബാധിതരായിട്ടുള്ള എല്ലാവരോടും ആ ഒരു പരാതി കേൾക്കുകയാണ്. ഇവർ പ്രധാനമായും ഉന്നയിച്ചത് തങ്ങൾക്ക് ദിനപത്രയും മാസവാടകയും ഇല്ലാത്തതാണ് തങ്ങൾ ഇത്തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക് മാറിയതെന്നാണ് ഇവർ ഈ ഡെപ്യൂട്ടി കളക്ടറോടായിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും മാസങ്ങളായി ഞങ്ങൾ പ്രതിഷേധം നടത്തിയിട്ട് പോലും അത് പുനഃസ്ഥാപിച്ചില്ല എന്നും ഇവർ പറയുന്നുണ്ട്. പക്ഷേ ഡെപ്യൂട്ടി കളക്ടർ പറഞ്ഞൊരു കാര്യം, താൻ ഡെപ്യൂട്ടി കളക്ടർ മാത്രമാണ്, ജില്ലാ കളക്ടർ അടക്കം അറിയിച്ചതുകൊണ്ടാണ് ഇവിടേക്ക് എത്തിയത്. തനിക്ക് അതിന് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാനാവില്ല. അതുകൊണ്ട് തങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേർന്നുകൊണ്ട് ഒരു തീരുമാനം
തീർക്കാവുന്ന ഒരു കാര്യമാണ് ഡെപ്യൂട്ടി കളക്ടർ ഇപ്പോൾ ദുരന്തബാധിതരെ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അവർ അതിലൂടെ യോജിക്കുന്നില്ല. കാരണം കളക്ടറോടാണെങ്കിൽ പോലും ഫോണിൽ സംസാരിച്ചുകൊണ്ടെങ്കിലും തങ്ങൾക്ക് ഒരു തീരുമാനമാകുന്നതുവരെ ഈ പ്രതിഷേധം തുടരുമെന്നാണ് അവരിപ്പോൾ അറിയിച്ചിട്ടുള്ളത്. തഹസിൽദാറും അവരുടെ കൂടെയുണ്ട്. തഹസിൽദാറെ അവിടെ തടയുമെന്നൊരു കാര്യവും അവർ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനമാകുന്നതുവരെ ഈ ഒരു പ്രതിഷേധം തുടരാനാണ് ഇപ്പോൾ തീരുമാനം. ലക്ഷ്മി, മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ വെള്ളത്തിന്റെ അളവ് അല്പം കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൃശ്യങ്ങൾ കാണാൻ കഴിയുമെന്ന് തോന്നുന്നു. ഇത് ബെയിലി പാലത്തിനപ്പുറത്ത് നേരത്തെ വലിയ രീതിയിൽ വെള്ളം കയറിയ സ്ഥലമാണ്. മുണ്ടക്കൈയിലേക്കും മട്ടമലേക്കും പോകുന്ന റോഡ്, അവിടെ ഇപ്പോൾ വാഹനങ്ങളെല്ലാം നിർത്തിയിട്ടിരുന്നു. നേരത്തെ ആ വാഹനം നിർത്തിയിട്ട പ്രദേശത്ത് ശക്തമായി മഴ പെയ്യുകയും ആളുകൾക്ക് അപ്പുറത്തേക്ക് കടന്നു പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായി ഇപ്പോൾ വെള്ളത്തിന്റെ തീവ്രത അല്പം കുറഞ്ഞ ഇപ്പോൾ പുഴയിലൂടെ മാത്രമാണ് ഇപ്പോൾ നിലയിൽ വെള്ളം ഒഴുകുന്നത്. അത് ആശ്വാസകരമാണെന്ന് പറയുന്ന സമയത്ത് പോലും പക്ഷേ ശക്തമായ മഴ തുടർന്നു കഴിഞ്ഞാൽ വീണ്ടും വെള്ളം കയറാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങളുടെ മറ്റൊരു പ്രതിഷേധത്തിന് കാരണം ഈ ഉദ്യോഗസ്ഥരാരും ഇവിടേക്ക് എത്തിയില്ല എന്നുള്ളതാണ്. ഇവിടേക്ക് മാധ്യമങ്ങളടക്കം എത്തി ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് ഈ തഹസിൽദാർ അടക്കം ഡെപ്യൂട്ടി കളക്ടർ അടക്കം ഇവിടേക്ക് എത്തി എന്നുള്ളതാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. കാരണം ഇവിടെ 200ഓളം തൊഴിലാളികൾ ഇവിടെ തോട്ടമേഖലയിൽ കുടുങ്ങി. ആ തൊഴിലാളികളെ രക്ഷിക്കാൻ ഇവിടെ വാടക ഓടുന്ന ജീപ്പിലോടുന്ന തൊഴിലാളികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. സർക്കാരിന്റെ ഒരു സന്നാഹങ്ങളും സർക്കാരിന്റെ ഒരു സംവിധാനങ്ങളും ഇവിടേക്ക് എത്തിയില്ല എന്നുള്ളതും അവർ ഒരു ആരോപണമായി പറയുന്നുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ. ഈ ഒരു പ്രതിഷേധം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബെയിലി പാലത്തിന് ആ കയറുന്ന ഭാഗത്തായി പ്രധാന കവളത്തിന് അടുത്തുകൊണ്ട് ഇപ്പോഴും ആളുകൾ ഇവിടെ നിന്ന് പ്രതിഷേധിക്കുന്നുണ്ട്. അതിന് പ്രധാന കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ദിനപത്തയും മാസവാടകയും, ആ രണ്ട് കാര്യത്തിലും എന്തെങ്കിലും ഒരു തീരുമാനമാകുന്നതിൽ ഈ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് ഇവരിപ്പോൾ അറിയിക്കുന്നത്. മഴയുടെ തോത് അല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സമയത്തും വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയുന്ന പോലെ ഈ പ്രദേശത്തെല്ലാം ഈ ഒരു മണ്ണ് കൂട്ടിയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ മണ്ണ് ഈ പുന്നപ്പുഴയിൽ നിന്നുള്ള മണ്ണാണ്. ഈ മണ്ണാണ് ഈ പുഴ വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി ഇതിന്റെ ഇരുവശങ്ങളിലേക്കുമായി കയറ്റിയിട്ടത്. ശക്തമായ മഴ ഈ മണ്ണാണ് കുത്തിയൊലിച്ച് ഈ പുഴയിലേക്ക് ഇറങ്ങുകയും അതൊരു മണ്ണൊലിപ്പിന്റെ ഒരു രൂപത്തിലേക്ക് മാറുകയും ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രദേശത്ത് ഒരുപക്ഷെ നിൽക്കുന്നത് പോലും അല്പം അപകടമാണെന്ന് പറയേണ്ടി വരും. കാരണം മണ്ണ് കൂട്ടിയിട്ട് ഒരു പ്രദേശമാണ്. ഏതെങ്കിലും ആളുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊരു അപകടാവസ്ഥയിലേക്ക് തന്നെ നീങ്ങും. അതിനാൽ തന്നെയാണ് ആളുകൾ ഈ പ്രദേശത്തേക്കോ അല്ലെങ്കിൽ ബെയിലി പാലത്തിന്റെ പരിസരത്തേക്കോ ആളുകളെ നിലയിൽ പോലീസ് കടത്തിവിടുന്നില്ല. അതിന് പ്രധാന കാരണം സുരക്ഷ തന്നെയാണ്. എന്തായാലും പോലീസുമായി വലിയ വാക്കുതർക്കവും ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഉദ്യോഗസ്ഥരാരും എത്തിയിട്ടില്ല. അതിനാൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവരുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞത്. ആ സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർ നിസ്സാരായി ഇവരോട് ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ട് തങ്ങൾ അംഗീകരിക്കുന്നു, പക്ഷേ തങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊരു കാര്യം മാത്രമാണ് ഉദ്യോഗസ്ഥരും പറയുന്നത്. എന്തായാലും വലിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ദുരന്തബാധിതരുടെ ഒരു പ്രതിഷേധം ശക്തമാവുകയാണ്. അതിൽ രണ്ട് കാര്യങ്ങളാണ് അവർ പ്രധാനമായി ഉന്നയിക്കുന്നത്: ദിനപത്തയും അതുപോലെ മാസവാടകയും. അതിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് മാസങ്ങളായി തങ്ങൾ പ്രതിഷേധം ഉന്നയിക്കുമ്പോഴും അതിന്റെ പരിഹാരം കാണുന്നില്ല എന്നുള്ളതാണ് അവർ പ്രധാനമായും ഇവിടെ പറയുന്നത്. അതിനാൽ തന്നെ ആ ഒരു സമരം ശക്തമാക്കുമെന്നും അവർ പറയുന്നുണ്ട്. എന്തായാലും ഡെപ്യൂട്ടി കളക്ടർ ഇപ്പോഴും അവരുമായിട്ടുള്ള ഓരോ ദുരന്തബാധിതരോടുമുള്ള പ്രശ്നങ്ങൾ കേട്ടുവരികയാണ്. പക്ഷേ അതിലൊരു തീരുമാനമെടുക്കാൻ തനിക്കാവില്ല എന്നൊരു കാര്യം മുൻകൂറായി തന്നെ ഡെപ്യൂട്ടി കളക്ടർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ തീരുമാനമാകാതെ ഡെപ്യൂട്ടി കളക്ടറെയും തഹസിൽദാറെയും കടത്തിവിടില്ല എന്നൊരു കാര്യമാണ് ഇപ്പോൾ ദുരന്തബാധിതർ പറയുന്നത്. എന്തായാലും വലിയ രീതിയിൽ ആളുകളെല്ലാം ഇവിടേക്ക് വലിയ ഒരു ദുരന്തത്തിന് ഇരയായ മനുഷ്യരാണ്. അവർക്കുള്ള ആനുകൂല്യങ്ങളാണ് നിഷേധിക്കപ്പെടുന്നത്. അതിന്റെ പ്രതിഷേധമാണ് അവർ അവിടെ പങ്കുവച്ചത്. ആ പ്രതിഷേധം അണപൊട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവർ തന്നെ പറയുന്നത് അനുസരിച്ച് അവർക്ക് അങ്ങനെ ആനുകൂല്യങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ് ഈ പ്രതികൂല കാലാവസ്ഥയിലും വലിയ മഴയിലും തോട്ടത്തിലൊക്കെ പണിക്ക് പോകേണ്ടി വരുന്നത് എന്നുള്ളതാണ്. അങ്ങനെ പണിക്ക് പോയ ആരെങ്കിലുമൊക്കെ ഇപ്പോഴും അവിടെ കുടുങ്ങിക്കിടപ്പുണ്ടോ? എല്ലാവരെയും പുറത്തെത്തിക്കാനായിട്ടുണ്ടോ? എന്താണ് മനസ്സിലാക്കുന്നത്? ലക്ഷ്മിപത്മ, ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം 200ഓളം തൊഴിലാളികളാണ് തോട്ടമേഖലയിൽ തൊഴിലെടുക്കാൻ പോയിട്ടുള്ളത്. ഇന്ന് രാവിലെ 7 മണിയോടുകൂടെയാണ് ഇവർ ഇവിടുന്ന് പോയതെന്നാണ് പറയുന്നത്. പക്ഷേ ആ സമയത്ത് ശക്തമായ ഒരു മഴയില്ല. രാത്രിയുമായിരുന്നെങ്കിൽ പോലും രാവിലെ ശക്തമായ മഴ പെയ്തില്ല. അതിനാൽ തന്നെയാണ് അവർ ഈ മേഖലയിലേക്ക് മേഖലയിലേക്ക് തൊഴിലെടുക്കാൻ പോയത്. പക്ഷേ പിന്നീട് ഒരു 8 മണിയോട് കൂടി മഴ ശക്തമാകുന്നു. പിന്നെ ഇവിടെ വെള്ളം കയറി അടക്കുന്ന സാഹചര്യം ഉണ്ടായതോടുകൂടി അവർക്ക് ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ല. തുടർന്ന് 200ഓളം തൊഴിലാളികൾ ഈ തോട്ടമേഖലയിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നെയാണ് ഇവിടെയുള്ള വാടക, അതായത് ജീപ്പ്, ഈ പ്രദേശത്ത് വാടക ജീപ്പ് ഓടുന്ന തൊഴിലാളികളടക്കം ദുരന്തബാധിതർ കൂടിയാണ്. അവരടക്കം എത്തിയാണ് ഇവരെ മറുവശത്ത് പോയി ആളുകളെ ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. 200ഓളം പേരുണ്ട്. അത് ഏകദേശം മുഴുവൻ പേരെയും എത്തിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നമ്മൾ വന്ന സമയത്ത് ഒരു ഭൂരിഭാഗം പേരെ എത്തിച്ചു. അല്പസമയം അവസാനം ഒരു ജീപ്പിലും കുറേ ആളുകളെ എത്തിച്ചു. അങ്ങനെ ഏകദേശം പൂർണ്ണമായും ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ അവിടെ ആളുകൾ ആരുമില്ല. പക്ഷേ അതേസമയം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ആ ഒരു പ്രദേശത്ത് ഈ മുണ്ടക്കാട്ടമല റോഡിലേക്ക് കയറി നിന്നുകൊണ്ട് അവിടെ ഇനി ആരെയും കയറ്റിവിടാതെ അവിടേക്ക് നിൽക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു പ്രതിഷേധം ഇനി തുടരുമെന്ന് തന്നെയാണ് ഇവർ അറിയിക്കുന്നത്. കാരണം ഈ പ്രദേശത്ത്
നാട്ടുകാർക്ക് വലിയ രീതിയിൽ മുണ്ടക്കൈ ചൂരൽമല ഈ പ്രദേശത്തുള്ളവർക്ക് പലർക്കും ഇത്തരത്തിൽ ദിവസവേതനവും മാസവാടകയും കട്ട് ചെയ്തിട്ടുണ്ട്. അത് ആദ്യം 3 മാസം കിട്ടിയെങ്കിലും പിന്നീട് അവർക്കാർക്കും ഇത് കിട്ടുന്നില്ല എന്നുള്ളതാണ് അവർ പ്രധാനമായി ഉന്നയിക്കുന്നത്. അതിനാൽ തന്നെ ഈ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. ഇപ്പോൾ നമുക്ക് കാണാം ഇപ്പോൾ മഴയ്ക്ക് അല്പം കുറവുണ്ട്, നേരത്തെ അല്പം മഴ കൂടി, ഇങ്ങനെ മഴ ഏറിയും കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സമയത്ത് തങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇവർ പ്രധാനമായി ഉന്നയിക്കുന്നത്. ലക്ഷ്മി, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ, ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവിടേക്ക് എത്തിപ്പെടുക വലിയ പ്രയാസകരമാണ്. മേപ്പാടി ടൗണിൽ നിന്ന് ഏകദേശം 3/4 മണിക്കൂർ യാത്ര ചെയ്താൽ മാത്രമാണ് ഈ ചൂരൽമലയിലേക്ക് എത്തുക. ഇത്തരത്തിൽ വലിയ ദുർഘടമായ റോഡടക്കമുള്ള സാഹചര്യത്തിൽ പെട്ടെന്നൊരു ദുരന്തം സംഭവിച്ചാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇവർ പ്രധാനമായി ഉന്നയിക്കുന്നത്. അതിനാൽ തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഇവിടെ ജീപ്പ് അടക്കം പോയിക്കൊണ്ട് തൊഴിലാളികളടക്കം രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവിടെ ആശുപത്രി വേണം, മറ്റ് മെഡിക്കൽ സംവിധാനങ്ങളും സുരക്ഷയ്ക്കായും എല്ലാം വേണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ഈ 3/4 മണിക്കൂറോളം വലിയ ദുർഘടമായ റോഡാണ്. റോഡ് പണി പോലും ഈ ദുരന്തത്തിന് 1 വർഷത്തിന് ശേഷം നടപ്പായിട്ടില്ല. അങ്ങനെ വലിയ ദുരിതം അനുഭവിക്കുന്ന ഇവർക്ക് ഈ റോഡ് ഇത്തരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇവിടെ ഉറപ്പാക്കിയിട്ടില്ലെന്ന് ഇവർ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും ഈ ഒരു പ്രതിഷേധക്കാർ ഇപ്പോഴും ഡെപ്യൂട്ടി കളക്ടറുമായി സംസാരിക്കുകയാണ്. മഴയുടെ അളവ് അല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും വീണ്ടും കൂടാനുള്ള ഒരു സാധ്യതയും നിലവിലുണ്ട്. എന്തായാലും വരും ദിവസങ്ങൾ നിർണായകമാണ്. പ്രത്യേകിച്ച് മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അതിനാൽ തന്നെ വീണ്ടും മഴ കൂടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഒരുപക്ഷെ ഇന്നലെ രാത്രിയും ഇന്ന് പകലുമായി പെയ്ത മഴയിലാണ് ഇത്രയധികം പ്രശ്നം ഈ ഒരു പ്രദേശത്തുണ്ടായത്. അതിനാൽ തന്നെ വീണ്ടും മഴ കൂടിക്കഴിഞ്ഞാൽ അത് ഏത് തരത്തിലേക്ക് പോകുമെന്നുള്ളതാണ് ഈ പ്രദേശവാസികളെ പ്രധാനമായും ആശങ്കയിലാക്കുന്നത്. എന്തായാലും വയനാട് ചൂരൽമലയിൽ ശക്തമായ മഴയാണ്. പുന്നപ്പുഴ കുത്തിയൊലിച്ചൊഴുകുന്നു. ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായി എന്ന് ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ തവണ ഉരുൾപൊട്ടിയപ്പോൾ അവിടെ ശേഷിച്ച മണ്ണും മറ്റവശിഷ്ടങ്ങളും കൂടിയാണ് കുത്തിയൊഴുകി എത്തിയത് എന്നും വിലയിരുത്തലുണ്ട്. ഏതായാലും ജാഗ്രതയോടെ തുടരേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ആഷിഖ് റഹ്മാനാണ് ചൂരൽമലയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.